നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിന് കൂച്ചുവിലങ്ങിട്ട ഇന്ത്യയുടെ കറുത്ത അധ്യായമായി അടയാളപ്പെടുത്തിയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് 50 വർഷം. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അടിയന്തരാവസ്ഥ കാലത്ത് അരങ്ങേറിയത്. 1975 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയെ കോൺഗ്രസിനെതിരെ ഇപ്പോഴും രാഷ്ട്രീയ ആയുധമാക്കിയാണ് BJP. ജനാധിപത്യത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വില എന്താണെന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ജൂൺ 25 എന്ന ഈ ദിവസം. 1971 തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിയുടെ വിജയം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് ചൂണ്ടിക്കാട്ടി എതിർ സ്ഥാനാർത്ഥി കോടതിയിലെത്തിയതും തുടർ നടപടികളുമാണ് ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനെ പ്രേരിപ്പിച്ചത്. 1975 ജൂൺ 12 മലയാളിയായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഇന്ദിരാഗാന്ധിയെ 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കിക്കൊണ്ട് വിധി പുറപ്പെടുവിച്ചു. തിരഞ്ഞെടുപ്പ് ക്രമക്കേടിന് റായ്ബറേലിയിൽ നിന്നുള്ള ഇന്ദിരയുടെ 1971 തിരഞ്ഞെടുപ്പ് അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇന്ദിരയുടെ അപ്പീലിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജൂൺ 24 ഇടക്കാല ഉത്തരവ് വന്നു. പ്രധാനമന്ത്രിക്ക് പാർലമെന്റ് നടപടികളിൽ പങ്കെടുക്കാം, പ്രസംഗിക്കാം, പക്ഷേ വോട്ടവകാശം ഉണ്ടാകില്ല. ഈ വിധിയുടെ പിന്നാലെയാണ് ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വിധി പറഞ്ഞ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വരുന്നത്. 1975 ജൂൺ 25 1977 മാർച്ച് 21 ഇടയിലുള്ള 21 മാസങ്ങളെയാണ് അടിയന്തരാവസ്ഥ എന്ന ഒറ്റവാക്കിൽ നമ്മൾ പറയുന്നത്. വിലക്കയറ്റം, പട്ടിണി, അഴിമതി, ഭക്ഷ്യക്ഷാമം, അസമത്വം, അനീതി മുതലായ വിവിധങ്ങളായ പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ച് സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകാർ, നക്സലൈറ്റുകൾ എന്നിങ്ങനെയുള്ള വിവിധ നേതൃത്വത്തിന് കീഴിൽ ഉയർന്ന ജനകീയ മുന്നേറ്റങ്ങൾ ഒരു വശത്ത് ശക്തമായി ഇന്ദിരാ ഭരണത്തിന് വെല്ലുവിളി ഉയർത്തിയിരുന്നു. മറുവശത്ത് ഭരണകൂടത്തിന്റെയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ദിരാ സർക്കാരിന്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന സാഹചര്യം സംജാതമായി. ഈ സ്ഥിതിവിശേഷം നേരിടാനുള്ള ഭരണകൂട തന്ത്രമായിരുന്നു 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ. രാജ്യം അതുവരെ കാണാത്ത രീതിയിലുള്ള അധികാര പ്രയോഗമാണ് പിന്നീട് കണ്ടത്. പ്രതിപക്ഷ നേതാക്കളെയും സാമൂഹ്യ പ്രവർത്തകരെയും കൂട്ടത്തോടെ ജയിലിലടച്ചു. മാധ്യമങ്ങളെ നിശബ്ദമാക്കി. നിർബന്ധിത വന്ധ്യംകരണം പോലുള്ള നടപടികളും ഏർപ്പെടുത്തി. ഭരണഘടനാ സ്ഥാപനങ്ങളെ വരെ ദുർബലപ്പെടുത്തിയ നടപടിക്കെതിരെ ജനരോഷം ശക്തമായി. ആ തിരിച്ചറിവാണ് അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ കാരണമായത്. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ ചെയ്ത തെറ്റുകൾക്ക് ഇന്ദിര ജനങ്ങളോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഇലക്ഷൻ നടത്തി തന്റെ തീരുമാനങ്ങൾക്ക് ജനഹിതം നേടാനാകുമെന്ന് ഇന്ദിര തെറ്റിദ്ധരിച്ചു. അടിയന്തരാവസ്ഥയിൽ ഇളവ് നൽകി 1977 ജനുവരി 18 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജനം പക്ഷേ ഇന്ത്യക്ക് ഒരു ഇളവ് നൽകിയില്ല. ഏകാധിപത്യ കുപ്പായം ആഗ്രഹിക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കുമുള്ള മുന്നറിയിപ്പ് എന്ന പോലെ ഇന്ത്യൻ വോട്ടർമാർ ഇന്ത്യയെ തോൽപ്പിച്ചു. അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് പിന്നാലെ 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഇന്ദിരയും മകൻ സഞ്ജയ് ഗാന്ധിയും അന്ന് പരാജയപ്പെട്ടു. ഷാ കമ്മീഷനാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള അതിക്രമങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയത്. മിസൈഡ് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് പ്രകാരവും 1,10,806 പേരാണ് ഈ കാലയളവിൽ തടവിലാക്കപ്പെട്ടത്. ഏറ്റവും കുറഞ്ഞത് 30 MP-മാരെങ്കിലും ജയിലിൽ അടയ്ക്കപ്പെട്ടു. രാഷ്ട്രീയ തടവുകാരും ജയിൽ പുള്ളികളും മർദ്ദനത്തിനിരയായി. ചിലർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. എഴുത്തുകാരിയും അഭിനേത്രിയുമായ സ്നേഹലത റെഡ്ഡി ജയിലിൽ വെച്ച് മരണമടഞ്ഞു. ചികിത്സയ്ക്കായി പരോൾ അനുവദിക്കാതിരുന്നതിനെ തുടർന്നാണ് സ്നേഹലത റെഡ്ഡിയുടെ ജീവൻ നഷ്ടമായത്. കേരളത്തിൽ പോലീസ് പീഡനത്തിൽ രാജൻ, വർക്കല വിജയൻ എന്നിവർ കൊല്ലപ്പെട്ടു. ജോർജ് ഫെർണാണ്ടസിനെ കുറിച്ചുള്ള വിവരങ്ങൾക്കായി സഹോദരൻ ലോറൻസ് ഫെർണാണ്ടസിനെ പോലീസ് ക്രൂരമായ പീഡനത്തിനിരയാക്കി. കുഷ്ഠരോഗിക്കും മനോരോഗിക്കും ഒപ്പമായിരുന്നു സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന മൃണാൾ ഗോരയെ തടങ്കലിൽ പാർപ്പിച്ചത്. രാജ്യം നടുങ്ങിയ അടിയന്തരാവസ്ഥ കാലത്തിന്റെ അവസാനവും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പുതിയ കാലത്തിന്റെ ആരംഭവുമായിരുന്നു 1977 ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം. രാജ്യത്ത് ആദ്യമായി കോൺഗ്രസ് ഇതര സർക്കാർ അന്ന് അധികാരത്തിലെത്തി. ജനാധിപത്യ മൂല്യങ്ങൾ തകർത്ത അടിയന്തരാവസ്ഥയ്ക്ക് കാരണക്കാരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെയും പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിക്കുമെതിരെ വലിയ ക്യാമ്പയിനായിരുന്നു ജനതാ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ അന്ന് നടന്നത്. അത് തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമായി തിരിച്ചടിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥ കാലത്തിന്റെ ചെയ്തികൾ ഇപ്പോഴും കോൺഗ്രസിനെ വേട്ടയാടുകയാണ്.